ബ്രസ്റ്റ് ക്യാൻസർ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയില്ലാത്ത വളരുന്ന മുഴകളാണ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം. 80% അങ്ങനെയായിരിക്കും. എന്നാൽ 20% മുഴ ഉണ്ടാവണമെന്നില്ല. അത് ചിലപ്പോൾ ബ്രസ്റ്റുകളുടെ സൈസുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു നിപ്പിൾ ഡിസ്ചാർജ്, ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് വരിക, എക്സ്പെഷ്യലി ഒരു ഡക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ 2 ഓപ്പണിങ്ങിൽ നിന്നോ മാത്രം വരിക, ബ്ലഡ് സ്റ്റെയിൻ്റെ അല്ലെങ്കിൽ ഓൾട്ടേർഡ് ബ്ലഡ് കളർ വരിക, അല്ലെങ്കിൽ നിപ്പിൾ അകത്തേക്ക് ഉൾവലിഞ്ഞു പോവുക, നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയും. അതായത് നേരത്തെ തന്നെയുള്ളതല്ല, ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ റീസെന്റ് ആയിട്ട് സംഭവിക്കുന്നു, അല്ല നേരത്തെ തന്നെ ഇരിക്കുന്നതല്ല. അപ്പൊ ഈ മുഴയാണെങ്കിലും പുതിയതായി പ്രത്യക്ഷപ്പെടുന്ന വേദനയില്ലാത്ത വളരുന്ന മുഴകൾ എന്നാണ്. പിന്നെ ഈ നിപ്പിളിന് ചുറ്റുമുള്ള സ്ഥലമുണ്ടോ, ഏരിയകളെന്ന് പറയുന്നത്, ആ ഏരിയകളായി സ്കെയിലിംഗ് വരിക, തൊലി പോവുക, ഇതും ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. അത് കൂടാതെ ഈ ബ്രസ്റ്റിന്റെ സ്കിൻ കട്ടി പിടിക്കുക ഏതെങ്കിലും ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഓറഞ്ചിന്റെ ഒക്കെ തൊലി കണ്ടിട്ടില്ലേ, ഈ പിടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുന്നു, അതുപോലെ വരുന്ന പ്യൂഡി ഓറഞ്ച് എന്ന് പറയും, അങ്ങനെ കട്ടി വെക്കാൻ മാത്രമേ ഒരു ലക്ഷണമാകും. ഇതൊന്നുമില്ല, ബ്രസ്റ്റ് ചിലപ്പോൾ അബ്സല്യൂട്ട്ലി നോർമൽ ആയിരിക്കും, പക്ഷെ ആ സൈഡിലെ ആംബിറ്റിൽ ചിലപ്പോൾ മുഴയുണ്ടാകും. ആ മുഴയും ഈ ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണമാണ്. ഇത് വളരെ ഒരു ചെറിയ പെർസെൻറ്റേജിൽ ഇത് ഈ ബ്രസ്റ്റിലെ സിംറ്റംസ് ഉണ്ടാവില്ല. മെറ്റാസ്റ്റേസിസ്, അതായത് രോഗം വേറെ എവിടെയെങ്കിലും പോയിട്ട് ബോൺ പെയിനോ അല്ലെങ്കിൽ ഈ ക്ലാവിക്കലിന്റെ മുകളിൽ മുഴയോ അങ്ങനെയൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാം. അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് ഒരു ബ്രസ്റ്റ് ക്യാൻസറിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ രോഗലക്ഷണം എന്ന് പറയുന്നത്.